ഗൈസ്, അപ്പം നമ്മളുടെ അവസാനത്തെ ഡേ ആണ് നമ്മളുടെ ഈ റിസോർട്ടില്. എങ്ങനെയുണ്ടായിരുന്നു സ്റ്റേ ഒക്കെ? വെരി ബ്യൂട്ടിഫുൾ, വെരി നൈസ്. awesome. ഇവിടെ ഇപ്പം മഴ പെയ്യാനുള്ളൊരു ക്ലൈമറ്റ് ആണ്. പക്ഷെ നമ്മളിപ്പം എന്താ പറയാ, ജസ്റ്റ് കുറേ നാൾക്ക് ശേഷമാണ് എനിക്കൊരു തണുപ്പുള്ള ക്ലൈമറ്റ് കിട്ടുന്നത്. നല്ല തണുപ്പില് നല്ലോണം എൻജോയ് ചെയ്ത് തണുപ്പ്. സാലി ആണെങ്കിൽ ബെഡിന്ന് ബ്ലാങ്കറ്റ് ഒന്നും ഇറങ്ങിയിട്ടേ ഇല്ല. എനിക്ക് തണുപ്പ് പറ്റില്ല. അപ്പൊ നമ്മളിപ്പം ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് പോകണം റൈഡിനില്ലേ. ഉള്ളിൽ തന്നെ ഇരുന്ന് ബോറടിച്ച് നമ്മൾ പുറത്തേക്ക് പോകാം. ഗോൾഡൻ ഗേറ്റ് ആയിരുന്നു ഗൈസ്. അപ്പം റോഷൻ പറഞ്ഞു ഇവിടെ കുറെ പ്രകൃതി രമണീയമായ സ്ഥലങ്ങളുണ്ട് വട്ടാട. അവൻ കുറെ കാലങ്ങൾ വട്ടാടൊക്കെ വന്ന് ഫുൾ സെറ്റ് ആയതാണ്. നമ്മൾ ആദ്യമായിട്ടാണ് വരുന്നത്. നീ ആദ്യമായിട്ടല്ലേ? ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത്. അപ്പൊ ഞങ്ങൾക്ക് പോയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ കാണട്ടെ. പോകുമ്പോൾ ഇതാക്കണ ഒരു കുതിരനെ കണ്ട്. അപ്പൊ റോഷൻ പറഞ്ഞത് കേരളമാണെങ്കിലും തമിഴ്നാട് പോലെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ അല്ലേ? കേരളത്തിനുള്ളിലാണെന്നുണ്ടെങ്കിൽ തമിഴ്നാട് ബോർഡർ ആണെന്ന് തോന്നുന്നു. ഈ മല കഴിഞ്ഞ കൊടൈക്കനാൽ. ഓക്കെ ഓക്കെ, ഇത് ബോർഡർ ആണ്. അപ്പോ ബോർഡറിലാണ്. ബോർഡർ ആയതുകൊണ്ടാണ് നമുക്ക് കുതിരകളെ കാണാൻ. കൾച്ചർ കൂടുതൽ ഇവിടുത്തെ ഓരോ ടെമ്പിൾ ഒക്കെ നോക്കുമ്പോഴൊക്കെ തമിഴ്നാട് ഒരു ബുദ്ധനൊക്കെ ഇടയ്ക്ക് കയറി വരുന്നുണ്ട്. ഇല്ല എനിക്ക് അറിയില്ല, സോറി. അതെന്റെ മണ്ടത്തരമായിരുന്നു. റിസോർട്ടിലല്ലേ? സോറി സോറി. അല്ല, ഇവിടെ ജംഗ്ഷനിൽ വട്ടവട ജംഗ്ഷനിൽ പോയാൽ അവിടെ ഉള്ള ടെമ്പിൾ കാണുമ്പോ ആണല്ലേ? ഓക്കെ ഓക്കെ, നമുക്ക് കാണാം. ഞാൻ വട്ടവട ഒന്നും കണ്ടില്ല. ഞങ്ങൾ ഇവിടെ വന്ന് റിസോർട്ടിൽ നിൽക്കായിരുന്നു, വേറെ ഒന്നും കണ്ടില്ല. കുതിരനെ കണ്ടപ്പോഴാണ് കണ്ടത്. കുതിരനെ കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു. സ്റ്റെക്കായി നിൽക്കുന്ന കുതിര. നമ്മൾ ആദ്യം അങ്ങോട്ട് പോയി. അപ്പൊ റോഷൻ പറഞ്ഞ് ആ റോഡ് കുറച്ച് ടഫാണ്, അപ്പൊ അത് നാളെ പോവാ. അതെ അതെ. അപ്പൊ നമ്മള് വേറെ റോഡ് പോവാനാണ് പ്ലാന്. എന്തേലൊക്കെ കാണും. ഇന്ന് എന്തേലൊക്കെ കാണിച്ചു തരുമോ റോഷൻ വട്ടവട? വട്ടവടയിൽ ഞാൻ കാണിച്ചോണ്ടിരിക്കല്ലേ. കാണുന്നുണ്ട് കാണുന്നുണ്ട്, ഞാൻ കാണുന്നു. ഹായ് ഹായ് ഹായ്. ചേട്ടൻ, വട്ടവടയിലെ ചേട്ടൻ. വട്ടവടയിലെ ചേട്ടൻ. നമ്മളിപ്പോ വീണ്ടും ഇറങ്ങിട്ടോ. നമ്മളിങ്ങനെ ജസ്റ്റ് നടക്കുകയാണ്. നല്ലൊരു കൂൾ പ്ലേസ് കിട്ടിയപ്പോ കണ്ട, നല്ല വൈബിൾ സ്ഥലത്ത് നല്ല തണുപ്പും ഗൈസ്. എന്റെ ചെറിയ പപ്പീസ് ഗൈസ്. പേടിക്കേണ്ട സംഖ്യ. പേടിയാണോ? ലാസ്റ്റ് എന്താ വിട്ടില്ലേ? പിന്നെ ഒന്നുമില്ല ഒന്നുമില്ല. ഓ പേടിച്ച്, ചെറുതായിട്ടൊന്ന് പേടിച്ച് ഗൈസ്. അല്ലെന്നാ വലുതായിട്ട് തന്നെ പേടിച്ച്. എനിക്ക് ഇന്നലെ സ്വപ്നം കണ്ടത് ഞാൻ പട്ടിനെ ഗൈസ്. ഞാൻ ഇന്നലെ സ്വപ്നത്തിൽ റോഷൻ ഒരു പൂച്ചനെ പട്ടിക്ക് എറിഞ്ഞെടുത്ത് തിന്നാൻ. അതാ ഞാൻ സ്വപ്നം കണ്ട്. ഒരു ബന്ധമില്ലാത്ത സ്വപ്നം. ഇത് എങ്ങനെ വന്നത്? ഇവന്റെ ക്രൂരമായ ഇതാണ് ഞാൻ ഇന്നലെ സ്വപ്നം കണ്ടത് ഗൈസ്. അതോടുകൂടി എനിക്ക് പേടിയായി പോയി. അയ്യോ, അത് കുറച്ച് സ്ലിപ്പറി ആട്ടോ അവിടെ. ഇവിടെ നമ്മളൊരു തോട്ടം കാണാനാ പോണേ. ഇതാണ് തോട്ടം. തോട്ടം എത്തി കണ്ട. ദിസ് ഈസ് ദ തോട്ടം. ഇതെന്താടാ? എന്ത് തോട്ട? സ്ട്രോബെറി ആണോ? ഇത് എന്താ അണ്ണനോട് സ്ട്രോബെറി തോട്ടം. അത് നമ്മ അണ്ണ അസീബണ്ണ. അസീബണ്ണന്റെ സ്ട്രോബെറി തോട്ടം. അതെ അമ്മ. താഴെ കിടക്കുന്നുണ്ട്. ആദ്യമായിട്ടല്ലേ പറിച്ചിട്ട് സ്ട്രോബെറിയിലെ? അവിടെ ഒന്ന് കേട്ടോ, അവിടെ ഒന്ന് കിടക്കുന്നുണ്ട്. ഇതില്ലേ ഒക്കെ കൊറേ ഇങ്ങനെ കൃഷി ചെയ്യാൻ പറ്റില്ലേ റിപ്പീറ്റഡ്ലി? ഇങ്ങനത്തെ എല്ലാം കൂടി കാണുന്നത്. സ്ട്രോബെറി വാങ്ങിയാലോ? നമുക്ക് നല്ല സ്ട്രോബെറി ആണോ നമുക്ക് വീട്ടിലേക്ക് കഴുകാണ്ട് കഴിക്കില്ലേ? ഞാൻ കഴിക്കിട്ട് കഴിക്കില്ല. ഇത് ഫ്രഷ് ആണ്. ഇത് ഫ്രഷ് ആയിട്ടുള്ളത്. ഇല്ല, കൊണ്ടുപോകാൻ മതി. നാളെ നമുക്ക് പോകുമ്പോ 2 ടപ്പ. ഒരു ടപ്പ അവർക്ക്, നമുക്ക് ഒരു ടപ്പ. അതേ കണ്ട്, അതെ ഒന്നാം കണ്ട് അവിടെ ഇവിടെ ഒക്കെ ഉണ്ടാവും കേട്ടോ. നമ്മൾ സൂക്ഷിച്ചു നോക്കി കാണാം. ഇത് പച്ച ഉണ്ടാവുന്നതേ ഉള്ളൂ. ഒരു പച്ച സ്ട്രോബെറി. ഓ, ഞാനൊന്ന് തൊടട്ടെ. കണ്ടില്ലേ, മരത്തിന്റെ മുകളിൽ, ചെടിന്റെ മുകളിൽ സ്ട്രോബെറി തൊട്ടിരിക്കുന്നു. അതാണ് ഫ്രഷ് സ്ട്രോബെറി. കുറെ സാധനങ്ങളുണ്ട്. നമ്മൾ ആദ്യമായിട്ടല്ല അൽഫി ഇങ്ങനത്തെ ഒരു
സ്ഥലത്ത് വരുന്നത്, ഫാമിൽ വരുന്നത്. പക്ഷെ സ്ട്രോബെറി ഫാം ഒക്കെ ആണ്ട് കാണാൻ രസമുണ്ട്. പുതിയൊരു സാധനം. ഇതെന്താണ്? മരത്തക്കാളി. ബേബി മരത്തക്കാളി. പ്രഷർ, ഷുഗർ, കൊളസ്ട്രോൾ ഉണ്ടോ? കൊളസ്ട്രോൾ ഇല്ല. ഇല്ലല്ലേ. പ്രഷറും ഷുഗറിനും കഴിക്കാൻ പറ്റുമോ? കൊളസ്ട്രോൾ ഈ എണ്ണ കഴിക്കുന്നൊക്കെ കുറച്ചാൽ മതി, അപ്പൊ പിന്നെ കൊളസ്ട്രോൾ വരാതിരുന്നോളൂ. ഓക്കെ. ഞാൻ ഐസ്ക്രീം അധികം കഴിക്കാറുള്ളൂ. എന്തിനാ ബേബി തക്കാളിയൊക്കെ ഒപ്പം തിന്നണ? എന്ത് കിട്ടിയാലും അണ്ണാക്കിലിട്ട് തിന്നണ? ഇതൊരു കഷ്ട. നമ്മളവിടെ വിഷടിച്ച സാധനം എനിക്കപ്പോ താക്കണ. മൈ ഗോഡ്, അവള് കൈ കൊണ്ട് പറിക്കുന്നു ഗൈസ്. ഞാൻ കണ്ടുപിടിച്ചു ഗൈസ്. നല്ല ശോഭന്നിരിക്കുന്ന തിന്നപ്പത്തേക്ക് ഇത് കഴിച്ചു നോക്കൂ. ഇത് നല്ല മധുരമായിരിക്കും. ഷുഗർ ഉണ്ടോ? മധുരം ഉണ്ടോ? കണ്ട ഒരു കഴിച്ചു കഴിഞ്ഞു. സ്ട്രോബെറി അടിപൊളി. ഫ്രഷ്, അത് അങ്ങനെ തന്നെയാണ് തിന്നത് കേട്ടോ. സീരിയസ്ലി പറിച്ചിട്ട് തിന്നല്ലേ? സോ ഗുഡ്. നല്ല ടേസ്റ്റ് ഇല്ലേ? നമ്മള് 10 മണി ഒക്കെ അല്ലേ ഇറങ്ങുള്ളൂ. 10 മണി. സോ ഗുഡ്. വേറെ എന്തെങ്കിലും ഞാൻ വിളിച്ചു പറയണ്ടേ? അപ്പം ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് പോകാന്ന് വിചാരിച്ചു. കൊള്ള കേസ്, കണ്ണ് കൊള്ളാത്തത് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇതാണ് കേസ് ആ വ്യൂ. കണ്ട ഇവര് പറയുന്ന ബാലിയൊക്കെ ഉള്ള പോലത്തെ ഒരു ടൈപ്പാണ്. ഞാൻ ബാലി കാണാത്തോണ്ട് എനിക്കറിയില്ല. അതൊക്കെയാണ് കൃഷി. അതൊക്കെ പല ടൈപ്പ് കൃഷികളാട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാന്. അതൊക്കെ ചെറിയ ചെറിയ എന്താ പറയുക, കൃഷി ചെയ്യുന്നവരുടെ വീട്. വെള്ളച്ചാട്ടം അവിടെ ഇതില്ലേ? ആ ഓക്കെ 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 ഓക്കെ. ഇതൊരു വെള്ളച്ചാട്ടം കേട്ടോ ഗൈസ്. അങ്ങനെ ഞങ്ങൾ ട്രിപ്പ് എല്ലാം കഴിഞ്ഞ് വീട്ടിലെത്തിയിരിക്കുന്നു. നമ്മുടെ സ്വന്തം വീട്ടിലെത്തിയിരിക്കുന്നു. മിനിക്കുട്ടൻ ഇവിടെയുണ്ട്. മിനിക്കുട്ടൻ മൊത്തം കഴുകാനായിട്ടോ. അപ്പൊ ഇന്ന് കുഞ്ഞുമോളെ റൂം മൊത്തം നമ്മൾ പുതിയതാക്കി മിനിക്ക് സെറ്റ് ചെയ്യാൻ പോകുന്നുണ്ട്. എന്ത് ഭംഗിയ! എന്താ നിങ്ങളെ കുട്ടിനെ കാണിക്കുന്നേ? ആ കുട്ടീനെ റൂം നന്നാക്കാണ് വിചാരിച്ചിട്ട് അതിനെ താഴോട്ട് ഡീപ്പോർട്ട് ചെയ്ത്. എന്തൊക്കെ വേദനായോ? കരയാനായ പോലെ. അതിനെ താഴോട്ട് ഡീപ്പോർട്ട് ചെയ്തെന്ന് കേട്ട് എന്തൊന്നും മിണ്ടാത്ത കലിപ്പാണോ? കുഞ്ഞുമോൾ ഉമ്മച്ച് അടി കൂടിയതാന്ന് തോന്നുന്നു കേട്ടോ. ഭയങ്കര കലിപ്പിൽ നിൽക്കുന്നുണ്ട്. കണ്ണൊക്കെ മെഴുക്ക്. കുഞ്ഞു എനിക്ക് റൂമൊക്കെ ഒന്ന് കാണിച്ചിട്ടുണ്ടാവാ. ബാഞ്ഞോളെ ബാടി. കുഞ്ഞു നിനക്കെന്ത് പറ്റി? ഡി കുഞ്ഞു, കുഞ്ഞുമോളെ കുഞ്ഞുമോ ഇവളിപ്പം സങ്കടത്തിലാണെങ്കിലും ഇവള് നന്നാവും. കറന്റ് സിറ്റുവേഷൻ ഞാൻ കാണിച്ചുതരാം. കുഞ്ഞ് കുറച്ച് കലിപ്പിലാന്ന് തോന്നുന്നു ആളെ റൂം വൃത്തിയാക്കണേല്. സോ ദിസ് ഈസ് ദ കറന്റ് സിറ്റുവേഷൻ ഹിയർ. കണ്ടോ എല്ലാം പൊളിച്ച് ഇട്ടിക്കുകയാണ്. വാർഡ്രോബൊക്കെ നമ്മൾ ഇവിടുത്തെ വാർഡ്രോബ് എടുത്തിട്ട് ഇങ്ങോട്ട് വെച്ച് ഇനി കുഞ്ഞിനൊരു TV നമ്മളിവിടെ ഫിറ്റ് ചെയ്യും. പിന്നെ ഒരു ടേബിൾ, സ്റ്റഡി ടേബിൾ. അവൾ പഠിക്കാനുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. അപ്പം അങ്ങനത്തെ കാര്യങ്ങൾ പോകും. പിന്നെ നമ്മൾ ഈ വാൾഡ്രോബല്ലേ, ഈ വാളില്ലേ, ഇത് പൊടിക്കൂല, അത് വേറെ കാര്യം. നമ്മളിതിൻ്റെ ഇത് പറിച്ച് കളഞ്ഞിട്ട് പുതിയത് വെക്കും. പിന്നെ നമ്മൾ അവിടെ ഒരു മിനിറ്റ് വരാം. അവിടെ ലൈറ്റ് നല്ലോണം തൂക്കിയിടും. നല്ലൊരു ലൈറ്റ് നമ്മൾ തൂക്കിയിടും. പിന്നെ റൂം മൊത്തത്തിൽ പെയിൻ്റ് അടിക്കും. കാരണം ഞങ്ങൾ പ്രാങ്കൊക്കെ ചെയ്തിട്ട് അവിടെ കണ്ടില്ലേ കുറേ സാധനങ്ങൾ എന്തൊക്കെയാ അഴുക്കും കാര്യങ്ങളൊക്കെ. അപ്പോൾ റൂം മൊത്തത്തിലൊന്ന് പെയിൻ്റ് അടിക്കും. അവൾ പറഞ്ഞ പച്ച പെയിൻ്റ് ആയിരിക്കും, ചിലപ്പോൾ പച്ച ആയിരിക്കും. അങ്ങനത്തെ പെയിൻ്റൊക്കെ അടിച്ച് റൂം മൊത്തത്തിലൊന്ന് എന്താ പറയുക, ഒരു എസ്തറ്റിക് ഫീലാക്കാനാണ് നമ്മളുടെ പ്ലാൻ ഗൈസ്. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഗൈസ്. അപ്പം ആ റൂമിലേക്ക് വെക്കാനുള്ള കുറേ സാധനങ്ങൾ ഞാൻ ഓൾറെഡി ഇവിടെ വാങ്ങി വെച്ചിട്ടുണ്ട്. കുഞ്ഞിൻ്റെ റൂമിലേക്കുള്ള സാധനങ്ങൾ കേട്ടോ. ഇത് മൊത്തം ഒരു സ്റ്റോറേജ് റൂമായി മാറി. ഇതൊക്കെ അവളെ റൂമിലേക്കുള്ള സാധനങ്ങളാണ്. സൈഡ് ടേബിളും കാര്യങ്ങളൊക്കെ, പില്ലോസ് വാങ്ങിയിട്ടുണ്ട്. ആൻഡ് കുറച്ച് ലൈറ്റ്, എൻ്റെ ടേബിൾ വെക്കാൻ ലൈറ്റ്, പില്ലോ കവർ, പിന്നെ കുറേ സാധനങ്ങൾ. ഇതൊക്കെ അൺബോക്സ് ചെയ്യണ വീഡിയോ ചെയ്യുക. അതൊക്കെ പല പല ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സാധനങ്ങളാണ് ഗൈസ്. സോ യാ, പിന്നെ TV. നമ്മളെ മറ്റേ TVയും ഇതും. ഞാൻ മറ്റേ TV 65 ഇഞ്ച് വാങ്ങിയല്ല ഗൈസ്. അപ്പോൾ ഇത് കുഞ്ഞു ഇമ്മക്ക് കൊടുത്ത ഗിഫ്റ്റാണ്. ടൈലറിങ്ങിൻ്റെ സാധനം. ഇമ്മ കുറേ കാലമായി പറഞ്ഞു. അപ്പോൾ കുഞ്ഞോൾ പൈസ ഒന്നും നോക്കിയില്ല, സാധനം അങ്ങോട്ട് വാങ്ങി. എൻ്റെ ഇതിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നിൽക്കും. ഇമ്മ ഇതിലാണ് ടൈലറിങ് ഒക്കെ
അടിക്കാൻ പോകുന്നത് അറിയോ എന്താ വല്ല ട്രൗസർ പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റാ ബൈ.